ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരുന്നില്ലേ? മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. നിയമസഭയിൽ നടന്ന നടപടിക്രമങ്ങളുടെ വെബ് സ്ട്രീമിംഗ് ആണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം കനത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന് അവ വെട്ടി ഒഴിവാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാർ ശ്രമിച്ചു എന്നതായിരുന്നു അവരുടെ ആരോപണം. അതേസമയം ഏതെങ്കിലും ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുക അല്ലെങ്കിൽ അതിന് മറുപടി പറയാതിരിക്കുക എന്ന ശീലമില്ല എന്ന് സർക്കാരിൻ്റെ മറുപടി. അതേ തുടർന്ന് അത് വലിയ വാഗ്വാദമായി മാറുകയും പരസ്പരമുള്ള കടന്ന പ്രയോഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് സ്പീക്കർക്ക് പക്വതയില്ലെന്നും പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്നുമൊക്കെയുള്ള മട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്ന വർത്തമാനമായി അത് മാറുന്നു. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവായിരിക്കും വി ഡി സതീശൻ എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ ശ്രീ എം പി രാജേഷ് വിമർശിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം കലുഷമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ കണ്ടത്. പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ബെഞ്ച് തുടക്കത്തിൽ തന്നെ സർക്കാരിനെതിരെ കടുത്ത നിലപാടും അവരെ സർക്കാരിനെ പരമാവധി പ്രകോപനത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. ഗവൺമെന്റ് മാതൃകയ്ക്ക് പ്രകോപിതമായി തന്നെ പെരുമാറുന്നതാണ് കണ്ടത്. ശ്രീമതി ഉമാ തോമസ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി, നോട്ട് ഇൻ ദ സീറ്റ്. സബ്മിഷൻസ്, ഓർഡർ സബ്മിഷൻസ്. ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി. സർ, വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോറി നടത്തിവരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സഹകരണ സംഘമാണ് 2015 കരിങ്കൽ കോറികൾക്ക് കേന്ദ്ര പരിസ്ഥിതി ക്ലിയറൻസ് നിർബന്ധമാക്കിയതിനാൽ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചിരുന്നു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 150-ലധികം കുടുംബങ്ങൾ ഈ കോറിയിലെ ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സാർ, 2017 വീണ്ടും സൊസൈറ്റി ഇറിഗേഷൻ അപേക്ഷ നൽകുകയും 3 വർഷത്തേക്ക് അത് നീട്ടി നൽകുകയും ഓരോ വർഷം 10% അധിക നിരക്ക് നൽകുകയും ചെയ്തു. സാർ, ഒറ്റ ചോദ്യം. അല്പസമയം മുമ്പത്തെ സഭാ നടപടികളുടെ വെബ് സ്ട്രീമിംഗ് ആണ് നമ്മൾ കണ്ടത്. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ട് വി ഡി സതീശൻ സംസാരിക്കുന്ന, മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്ന ഭാഗം വെബ് സ്ട്രീമിംഗിൽ കാണാൻ കഴിയുന്നില്ല. സൈഫ് സൈൻലാബ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, ഈ വെബ് സ്ട്രീമിംഗ് കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും പരാമർശവും ഒക്കെ കാണുന്നുണ്ട്. അതിന് മറുപടി പറയാൻ വി ഡി സതീശൻ തുടങ്ങുന്നിടത്ത് കട്ടാവുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കിട്ടുമോ? അത് കട്ട് ചെയ്തതാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് ദീർഘമായി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. അത് വെബ് സ്ട്രീമിംഗിൽ കാണുന്നില്ല. അത് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് കട്ട് ചെയ്തതാണ്. സഭാ ടി വി തന്നെ കട്ട് ചെയ്തതാണ്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി, അത് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. അതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്ത് എന്ന് സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനകം തന്നെ ഒരു വിശദീകരണം നമ്മൾ നൽകാം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി നൽകിയത്, നിലവാരമില്ലായ്മ കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിക്കോളൂ മുഖ്യമന്ത്രി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്നുണ്ട്. പ്രതിപക്ഷത്തെ ആളുകളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന മറുപടി പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെയുള്ള അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്കറിയൂ എന്ന കടുത്ത പരിഹാസവും പരാമർശവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടുകൂടി പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. അതിന് മറുപടി മുഖ്യമന്ത്രി നൽകുന്നുണ്ടായിരുന്നു. അതൊന്നും ഇങ്ങോട്ട് വേണ്ട, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, കണ്ണാടിയിൽ നോക്കേണ്ടത് ഞാനല്ല എന്ന മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നുണ്ട്. അത് ക്ഷുഭിതനായിട്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത്. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുമുണ്ടോ? നിങ്ങളുടെ കാപട്യത്തിന്റെ ഉദാഹരണമല്ലേ അത്? നിങ്ങളുടെ കാപട്യം സമൂഹം കാണുന്നില്ല എന്നാണോ? സതീശനല്ല പിണറായി വിജയൻ, സതീശൻ കാപട്യത്തിന്റെ മൂർത്തീകരണമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു. വിളിക്കുന്നത് നമ്മൾ കണ്ടു. ഈ സമീപകാലത്തൊന്നും ഒരു കാര്യം ഉറപ്പാണ് നിഷാദ്, ഈ സമീപകാലത്തൊന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ നേർക്കുനേർ നിന്ന് പോരാടുന്നത് നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം, വലിയ പ്രതിഷേധം ഉയർന്നു വരിക. സ്പീക്കർക്ക് മുന്നിലേക്ക്, സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക്, സ്പീക്കറുടെ ഡയസിലേക്ക് കയറി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അത്
CN ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കും. എന്തായാലും സ്പീക്കർ ഡയസിനകത്തേക്ക് കയറി. നേരത്തെ നമ്മൾ ഈ ദൃശ്യങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുള്ളത് ബജറ്റുമായി ബന്ധപ്പെട്ട് കെ മാണിയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട സമയത്താണ് സ്പീക്കറുടെ ചെയറിന് മുന്നിൽ കയറിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടത്. അതിനുശേഷം ആദ്യമായി സ്പീക്കറുടെ സീറ്റിലേക്ക് കയറി പ്രതിഷേധം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോവുകയും ചെയ്തിരിക്കുകയാണ്. സ്പീക്കറുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് വാച്ചാൽപാടെത്തി അദ്ദേഹത്തെ തടഞ്ഞത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. ഭരണപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പ്രതിപക്ഷത്തെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇതിനിടയിൽ മന്ത്രി ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ തടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം പോയിരിക്കുന്നത്. സ്പീക്കറുടെ ഡയസിൽ കയറാൻ ശ്രമിച്ച മാത്യു കുഴിനാടൻ ഉണ്ടായിരുന്നു, മറ്റൊരു പ്രതിപക്ഷ MLA ഉണ്ടായിരുന്നു. അവരെ വാച്ചാൽപാടെത്തിയാണ് തടഞ്ഞത്. സമീപകാലത്തൊന്നും നിയമസഭയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ അറ്റാക്കിംഗ് മോഡിൽ നിന്നുകൊണ്ട് നിയമസഭയിൽ നിൽക്കുന്ന കാഴ്ച, അസാധാരണമായ കാഴ്ച നിയമസഭയിൽ നിന്ന് ഉണ്ടാകുന്നു. സ്പീക്കറുടെ സീറ്റിന് മുന്നിലേക്ക് വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനു മുമ്പ് നിയമസഭയിൽ അങ്ങനെ ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുള്ളത് കെ മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിക്കരുത് കെ മാണി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്പീക്കറുടെ സീറ്റ് കസേര വലിച്ചിറക്കി കളയുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ അന്ന് കണ്ടെങ്കിൽ, ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ സീറ്റിന് മുന്നിലേക്ക് കയറിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തെ എല്ലാവരും ഡയസിലുണ്ട്. വാച്ചാൻപാടിന്റെ വലിയൊരു കൂട്ടം അവിടെയുണ്ട്. അവർ പ്രതിപക്ഷാംഗങ്ങളെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ അസാധാരണമായ സംഭവങ്ങളാണ് നിയമസഭയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിഷാദ്, ഷെയ്ഖ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില വികാസങ്ങൾ നടക്കുകയാണ് നിയമസഭയ്ക്കകത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി സഭാ TV വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമാകും വിധത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് സംസ്ഥാന നിയമസഭ സ്പീക്കറുടെ ഓഫീസ് പോകുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ചില കാര്യങ്ങൾ സംസാരിക്കാൻ സഭയിൽ തന്നെ സമ്മതിച്ചിട്ടില്ല, മൈക്ക് ഓഫ് ചെയ്യാൻ ഉണ്ടായത്. പക്ഷെ അതിന് മുമ്പ് സംസാരിക്കുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്ന VD സതീശന്റെ പ്രസംഗ ഭാഗങ്ങൾ നിയമസഭാ TV വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അത് നാട് കാണേണ്ടതില്ല, ജനങ്ങൾ കാണേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. നമുക്ക് പോയാൽ ലോക്സഭയിലും മറ്റും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ കാണിക്കാതിരിക്കുക, അവരുടെ നേരെ ക്യാമറ തിരിക്കാതിരിക്കുക, അവരുടെ ഭാഗങ്ങൾ വെട്ടിക്കളയുക പോലെയുള്ള സമാനമായ സമീപനം സംസ്ഥാന നിയമസഭയിൽ നിന്ന് കാണുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന തഗ് ഡയലോഗുകളെല്ലാം നമുക്കിപ്പോൾ സഭാ TVയിൽ പോയി കാണാം. അതിന് മറുപടി പറയാൻ പ്രതിപക്ഷം തയ്യാറായപ്പോൾ അവ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടുള്ള ജനാധിപത്യത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഈ നിയമസഭ മുന്നോട്ട് വെക്കുന്നത് എന്നെടുത്തു കാണേണ്ട കാര്യമാണ്. സഭാ TVയുടെ അങ്ങേയറ്റം വിവേചന സ്വഭാവമുള്ള സമീപനത്തിന്റെ ഉദാഹരണമായി ഇത് മാറുകയാണ്. പിണറായി വിജയൻ പറയുന്ന എന്നെ നാടിനറിയാം, ഞാൻ അഴിമതിക്കാരനല്ല, നിങ്ങൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ പോലെയുള്ള അങ്ങോട്ടുള്ള വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വയം പുകഴ്ത്തലുകൾ, ഇവയെല്ലാം നിയമസഭാ TVയിലുണ്ട്. അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു എണ്ണമിട്ട് പിണറായി വിജയനോട്. നിങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങൾ എന്നെ അപക്വമതിയെന്നും വിവേകശൂന്യനെന്നും വിളിച്ചാൽ നിങ്ങളും പോയി കണ്ണാടിയിൽ നോക്കൂ. ഇതുപോലെയുള്ള ആരോഗ്യകരമായ മറുപടികളെ പോലും വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് നിയമസഭാ TV. വിമർശനങ്ങളെ വെട്ടിയൊതുക്കിക്കൊണ്ട് ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ്.